വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ബിയോണ്ട് ദ റൂട്ട്. ഓൾറെഡി ഞാൻ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് പാർട്ട് 2. ലെറ്റ്സ് സ്റ്റാർട്ട്. പക്ഷേ ഇവർ ചെയ്തത് ഒരു മണ്ടത്തരമാണ്. കാരണം ഇത്രയും ഒരുപാട് പേരെ ജോലി പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ ജോലി പോയിട്ടുണ്ട്. ബസ് ഡ്രൈവറായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്തൊരു മണ്ടത്തരമാണ്. അത് എത്ര നാൾ ഓടുന്നൊന്നും അറിയത്തില്ല. വെറുതെ ഈ ഫ്രീ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പോൾ വിലക്കയറ്റം, പെട്രോളിന് വില കൂടുന്നു, ബീഫ്, ചിക്കൻ, അതുപോലെ പച്ചക്കറി, അരി സാധനങ്ങൾ എല്ലാം വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 5 വർഷം അവരുടെ കയ്യിലിരുന്നാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞില്ലേ പെട്രോളിന് വില കൂടുന്നു, വിലക്കയറ്റം കുറയ്ക്കണം. ഇതൊക്കെ ഇവരുടെ കയ്യിൽ ഇരുന്നതല്ലേ. എന്നിട്ട് ഇവരും ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഒന്ന് ഭരിക്കുന്നവരാണെങ്കിൽ ഒന്നും ചെയ്യിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി എനിക്ക് തോന്നിയത്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് കമൻ്റ് ഇടുക. പിന്നെ മാത്രമല്ല, വേറൊരു പാർട്ടി ഉണ്ടല്ലോ, അവന്മാരാണെങ്കിൽ വേറെ കുറേ മണ്ടന്മാർ. അതായത് അവർ വന്നിട്ട് എന്താ പറയുക, കുറേ സമരം ചെയ്യുന്നു. 15-ാം തീയതി ഞങ്ങൾക്ക് കിട്ടിയില്ല, സോ ഞങ്ങൾക്ക് 15-ാം തീയതി തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ മണ്ട സമരങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അത് കുറേ വേറെ മണ്ടന്മാർ. അങ്ങനെ കുറേ പൊട്ടന്മാരും മണ്ടന്മാരും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം കുറേ അണികൾ മറ്റേത് മറിച്ചത്. ഇവന്മാർക്കൊക്കെ എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാം കിട്ടുമാവും. ഇവിടെ ഒരു കോളേജ് ഉണ്ട് കേട്ടോ, ഒരു നൈസൊരു എഞ്ചിനീയറിങ് കോളേജാണ്. ഇവിടെ പഠിക്കുന്നവരൊക്കെ ഈ ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊരു നൈസ് കോളേജാണ്. ഈ വഴി പോകുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവിടെ പഠിക്കുന്നവരൊക്കെ എന്നെ കിടലിനായിരിക്കും. അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ്, കൂടുതലും ഇവിടെ അടുത്തുള്ളവരല്ല ഇത് പഠിക്കുന്നത്. ഇത് പുറത്തുനിന്ന്, ഇടുക്കിയിലുള്ളവരല്ല ഇത് പഠിക്കുന്നതെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും പുറത്തുനിന്നാണ് വരുന്നത്, വേറെ ജില്ലകളിൽ നിന്ന്. ഒരു നൈസ് കോളേജാണ്. ഇതുണ്ട് മേളിലൊരു പാലം കാര്യങ്ങളൊക്കെ നൈസാണ് സംഭവം. ഇതിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇറക്കമാണ്. സോ ഈ വഴി വരുന്നവരൊക്കെ മാക്സിമം ഗിയറിൽ തന്നെ പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ പണി വാളും ചൂടായിട്ട് ബ്രേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നോർമലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 2-3 ഡേയ്സായി വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നൈസായിട്ട് വണ്ടിയുടെ ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിൻ്റെ ഓയിൽ നോക്കുക, പിന്നെ കൂളൻ്റ് ഒന്ന് നോക്കുക, ദെൻ നിങ്ങളുടെ മറ്റേ ബ്രേക്ക് ഫ്ലൂയിഡ് ഒന്ന് നോക്കുക, ദെൻ വൈപ്പറിനകത്ത് വെള്ളം ഉണ്ടോ നോക്കുക, പിന്നെ ബാറ്ററിയുടെ സൈൻ ഓക്കെ ആണോ നോക്കുക. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നോർമലി എൻ്റെ വണ്ടിയുടെ നോക്കാറ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നല്ല ഇറക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്, മാക്സിമം തേർഡ് വരെ ഇടാവുള്ളൂ. ഇപ്പം നോർമലി ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട്, അതൊക്കെ നോർമലി സ്പീഡ് അനുസരിച്ച് പൊക്കോളും. ഏത് ഗിയറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പെട്രോൾ ലാഭിക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് ഗിയറിൽ അങ്ങ് പോകും. സോ അത് ഭയങ്കര ഡേഞ്ചറാണ്. അതിപ്പം BS6 ബൈക്കുകൾക്കും അതൊരു സീനായിട്ടുണ്ട്. ന്യൂട്രൽ അടിക്കാൻ പറ്റത്തില്ല. എൻ്റെ BS3 RC, അപ്പോൾ എനിക്കത് ന്യൂട്രൽ അടിക്കാൻ പറ്റും ബൈക്ക്. കാറുകളുടെ കാര്യത്തിൽ നിങ്ങൾ മാക്സിമം സേഫായിട്ട് ഗിയറിൽ തന്നെ പോവുക. ഈ ഒരു വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക. നിങ്ങൾ വരാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. വന്നിട്ടുള്ളവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിത് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺ വോയിസിൽ അങ്ങനെ വരാറില്ലായിരുന്നു. കാരണം എനിക്ക് ഓൺ വോയിസിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഓൾറെഡി എൻ്റെ പോയി. അപ്പോൾ ഞാൻ ഒരു ബാക്ക് പ്ലാനും കൂടിയാണ്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ നമ്മുടെ വീഡിയോ കാണാമല്ലോ. ഇതൊരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. ഇവിടെ വെച്ച് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സെലക്ട് ചെയ്യാം. അടിപൊളിയാണ്, കാര്യങ്ങളൊക്കെ കിടലാണ്. ഇത് പക്ഷേ ഭയങ്കര ഇറക്കം കേട്ടോ, ഭയങ്കര സീൻ ഇറക്കമാണ്. ഇന്ന് ആക്ച്വലി അർജൻറ്റീന ജയിച്ച ദിവസമാണ്. ഐ എം റിയലി സോ ഹാപ്പി ബിക്കോസ് ഞാൻ കട്ട അർജൻറ്റീന ഫാനാണ്. ഒരുപാട് വിമർശനങ്ങൾ കാര്യങ്ങൾ അർജൻറ്റീന ഫാൻസും അർജൻറ്റീനയും ഒരുപാട് കേൾക്കുന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളിച്ചിട്ട് തന്നെയാണ് ജയിച്ചത്. ഇന്നത്തെ നിങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ കളി കണ്ട് കാണും. ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ കളി തന്നെയായിരുന്നു. അതായത് കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, ഈജിപ്തുമായിട്ടൊരു കമ്പാക്ക്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ്, പിന്നെ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ, ഈജിപ്ത്. പക്ഷേ എനിക്ക് തോന്നിയത് ഏറ്റവും ബെസ്റ്റ് മാച്ച് എനിക്ക് വന്നത് ഇംഗ്ലണ്ടിൻ്റെ അല്ല, ഞങ്ങൾക്ക് ബെസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ട് വന്നത് ഏറ്റവും ബെസ്റ്റ് കേപ്പ് വെർദെയാണ്. അവന്മാരാണ് ശരിക്കും പറഞ്ഞാൽ അർജൻറ്റീന വെള്ളം കുടിപ്പിച്ചൊരു ടീമാണത്. ഒരു രക്ഷയില്ലാത്ത ടീം.
കാരണം അതിലാണ് ശരിക്കും നമ്മളൊന്ന് പേടിച്ചു പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഒരു രക്ഷയില്ല കേട്ടോ. അവന്മാർ 1.5 ലക്ഷം ആൾക്കാർ അവിടെ ഉള്ളെങ്കിലും കളിക്കാരൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് വെച്ചിട്ട് കുറേ ബ്രസീൽ ഫാൻസ് ഉണ്ട്, പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്. ബ്രസീൽ ആക്ച്വലി എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവന് കിട്ടേണ്ടതായിരുന്നു. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്മർ, അവന് കപ്പില്ലല്ലോ. സോ അവന് കപ്പ് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇവരെയൊക്കെ ഈ ഒരു ടീംസിനെയൊക്കെ നമ്മൾ ടീംസിനെയല്ല നമ്മൾ വെറുക്കുന്നത് ഫാൻസിനെയാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിക്കാത്തത് നമ്മളും ജയിക്കേണ്ട ആ ഒരു മെൻറ്റാലിറ്റിയാണ്. കാരണം അത് ഭയങ്കര മോശം മെൻറ്റാലിറ്റിയാണ്. കാരണം അവർ ഈജിപ്തിൻ്റെ കൂടെ നിൽക്കുന്നു, കോപ്പ് വെർദയുടെ കൂടെ നിൽക്കുന്നു, പിന്നെ ആരുടെ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ കൂടെ നിൽക്കുന്നു, ഫ്രാൻസിൻ്റെ കൂടെ നിൽക്കുന്നു. ഫ്രാൻസ് കഴിഞ്ഞ തോറ്റല്ലോ, സ്പെയിൻ കൊണ്ടുപോയി. ഫ്രാൻസിൻ്റെ കൂടെ നിൽക്കുന്നു. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും നോക്കണം. അത് ശരിക്കും പറയാൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എന്താ വെച്ചാൽ അവർക്ക് കിട്ടാത്തത് നമുക്കും കിട്ടേണ്ട മെൻറ്റാലിറ്റിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈജിപ്തിൻ്റെ കളിയിൽ ഇവർ പറഞ്ഞു ഞങ്ങളെ അവരെ ചവിട്ടിയിട്ട് അവർ ഇത് തന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഫിഫാൻ്റെ റൂളും കാര്യങ്ങളൊന്നും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാവുന്നവരൊന്നും എന്തായാലും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്. ഒരിക്കലും എൻ്റെ ഒരു ഇതിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടത് ചോദിച്ചിട്ട് ഒരിക്കലും എന്താ പറയുക, റെഫറിമാർക്ക് ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവർ വേറെ റൂമിൽ തന്നെയായിരിക്കും. ഇവരുമായിട്ട് ഡയറക്റ്റ് കളി കാണാനേ പറ്റത്തുള്ളൂ. കളിക്കാൻ വരുന്ന ടൈമിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു രീതിയിലും ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല, എന്തെങ്കിലും ഒരു ഡൗട്ട് ഫിഫയ്ക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് റെഫറിനെ ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ ഒരു പരിപാടി നടക്കത്തില്ല. കഴിഞ്ഞ ദിവസത്തെ കളിയിൽ സ്വിറ്റ്സർലൻഡാണല്ലോ മറ്റേ ഫിഫാൻ്റെ പ്രസിഡൻറ്റ്. സോ സ്വിറ്റ്സർലൻഡിലെ ആ റെഫറി, സ്വിറ്റ്സർലൻഡുകാരനാണ് പുള്ളി. റെഫറി വന്നത് പോർച്ചുഗലാണ്. എന്നിട്ടും നമ്മൾ കളി ജയിച്ചു. കാരണം ലാസ്റ്റ് മിനിറ്റിലെ കമ്പാക്ക് അത് നിങ്ങൾ ഉറപ്പായിട്ട് സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളൂ. ബിക്കോസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും കളിക്കുന്നില്ലേ, അത് നിങ്ങളൊന്ന് സമ്മതിച്ച് തരണം. അതായത് നമ്മൾ കളിക്കുന്നത് കുട്ടികോലും ഒന്നല്ലല്ലോ. ബാക്കിയുള്ളൊരു കളിക്കുന്നത് ഫുട്ബോൾ ആണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റ് കളിക്കുന്നത് ഫുട്ബോൾ തന്നെയാണ്. മനസ്സിലായി? അത് എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കണം. നിങ്ങൾക്ക് ഞാൻ ഡിസ്റെസ്പെക്റ്റ് തന്നല്ല. നിങ്ങൾ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നൈസിലി രണ്ട് ഭാഗവും നോക്കിയിട്ട് വേണം പറയാൻ. നമുക്ക് ഫൗൾ വരുന്നതൊന്നും അവർ വിളിക്കുന്നില്ല, അവർക്ക് ഫൗൾ വരുന്നതെല്ലാം വിളിക്കുന്നു. അങ്ങനൊരു ഇതൊക്കെ ഭയങ്കര മോശമാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല. നിങ്ങൾക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടരുതെന്നൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ എനിക്കാരോടും വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. സോ ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്താം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് കമൻറ്റ് വിടാം. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ഇതിനകത്ത് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് ഇത്ര ഉള്ളൂ ഇതിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ. ഇതിനെപ്പറ്റി പറയുന്നതിലും കൂടുതൽ ഞാൻ ഇന്ന് ഫുട്ബോള് പിന്നെ പാർട്ടി ഇതൊക്കെയാണ് ഞാൻ കൂടുതലും പറഞ്ഞത്. സോ അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. സോ സൈനിങ് ഓഫ്. ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് കമൻറ്റ്. See you the next video. Until then, bye bye. See you. रब दिखता है यारा, मैं क्या करूं तुझ में।